ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഗോസ്റ്റ് പിഗ്ഗി ബാങ്ക് ആണ്. ഗൈസ്, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇവിടെ നമ്മളൊരു പ്ലാസ്റ്റിക് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ആ സ്റ്റിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനെ അകത്ത് വരെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ഈ ഒരു സ്റ്റിക്ക് ഇവിടെയുള്ള ഈ രണ്ട് കാർഡ്ബോർഡ് പീസുകളെ കടന്ന് ഇവിടെയുള്ള ഈ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ റൗണ്ടിൽ അത് ഫിക്സഡ് ആണ്. ആ റൗണ്ടിൻ്റെ ഒരു അറ്റത്തായിട്ട് നമ്മളുടെ ഈ ഒരു ഗോസ്റ്റ് ഹാൻഡ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഗോസ്റ്റിനെ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ കഷ്ണത്തിൽ ഒട്ടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു കോയിൻ ഇതിൻ്റെ അടിയിലായിട്ട് വെക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ കോയിന് ഇവിടെ വെക്കുമ്പോൾ ഈ കോയിനെ ഇതിങ്ങനെ തിരിക്കുന്ന ടൈമിൽ ഇതിങ്ങനെ വലിച്ചെടുക്കുന്നതാണ്. ഇതാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്കിത് എങ്ങനെയാണ് കോയിൻ വലിച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതിന് അടിയിലായിട്ട് കോയിൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്കും. അതിന് ശേഷം ബാക്കിലേക്ക് ആക്കുമ്പോൾ ഈ കോയിൻ അകത്തേക്ക് വീഴും കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ആണ് ഇത് ഇങ്ങനെ ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് ആക്കും ഗൈസ്. അതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് ആക്കും ഗൈസ്. നമുക്ക് വേറൊരു കോയിനും കൂടി ഇട്ട് നോക്കാം. നമ്മളൊരു 10ൻ്റെ കോയിനാണ് എടുത്തിട്ടുള്ളത് ഗൈസ്. ഇതിനെ ഫസ്റ്റ് കുറച്ച് പൊന്തിക്കണം നമ്മൾ. അതിന് ശേഷം ഇതിനടിയിലേക്ക് കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഫ്രണ്ടിലാക്കിയിട്ട് ഈ ഒരു പാർട്ടിൽ ഇതിനെ നമ്മൾ അതിന് കൂടാതെ ഇതിൻ്റെ ഇവിടെ ഒരു സ്മോൾ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഈ കോയിൻ്റെ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോഴാണ് ഗൈസ് അത് വീഴുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കോയിന് വെച്ച് കൊടുക്കുമ്പോൾ ഇതിനെ ഫ്രണ്ടിലേക്ക് ആക്കും. ശേഷം നമ്മൾ ബാക്കിലേക്ക് വലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ബാക്കിലേക്ക് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഈ ഗോസ്റ്റ് പിഗ്ഗി ബാങ്ക് വർക്ക് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.